ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്ന് ആദ്യം തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ ഒരു ഗ്ലൗസ് സെറ്റിനുണ്ട്, ഗ്ലൗസ് അയച്ചു തന്നതാണ് കേട്ടോ. നമ്മളെ വീഡിയോൻ്റെ താഴേക്ക് കമൻറ്റ് കാണില്ലേ, ഗ്ലൗസ് എന്താ യൂസ് ചെയ്യാത്തേ ചോദിച്ചിട്ട് ഒരാഴ്ച തന്നതാണ് കേട്ടോ. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ നമുക്ക് ഗ്ലൗസ് അയച്ചു തരുന്നത്. ഇതിൻ്റെ മുന്നേ ഒരു ബ്ലൂ കളറുള്ള ഗ്ലൗസിൻ്റെ ഒരു ബോക്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പുറത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം ഗ്ലൗസൊക്കെ യൂസ് ചെയ്യലുണ്ട്. നമ്മളെ വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യലില്ല. പക്ഷേ ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. ഗ്ലൗസ് ഇട്ട് ശീലമായാൽ പിന്നെ നമ്മളത് ഒഴിവാക്കൂല. പ്രത്യേകിച്ച് എനിക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴേ കരിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പം നമ്മളെ നഖത്തിൻ്റെ അവിടെ ആ കരിൻ്റെ ഒരു ഇതിങ്ങനെ വന്ന് നിൽക്കും. എത്ര നമ്മൾ കഴുകി ഇതാക്കിയാലും അത് കാണുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നും. പിന്നെ നഖമൊക്കെ അപ്പം തന്നെ ഞാൻ കട്ട് ചെയ്തൊക്കെ വൃത്തിയാക്കലാണ് കേട്ടോ. എനിക്കങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല. നമ്മൾ നഖം എപ്പോഴും നല്ല നീറ്റായിട്ട് നിൽക്കണം. അപ്പം ഗ്ലൗസ് ഇട്ടാണ്ട് കഴുകിയാൽ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഈ അലർജി ഉള്ളവർക്കൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഗ്ലൗസൊക്കെ അൺബോക്സ് ചെയ്തിട്ടേ പിന്നെ നമുക്ക് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. പേടിക്കണ്ട കേട്ടോ, ഞാൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് വീഡിയോയിൽ കാണിക്കണില്ല. ഇപ്പോൾ പറയുങ്ങൾ എന്നും നിങ്ങൾക്കൊരു ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ തൊഴിലതല്ലേ, അതുകൊണ്ടാട്ടോ. വേറെ റെസിപ്പിയൊന്നും എടുക്കാത്തന്ന് പിന്നെ അങ്ങനത്തെ കാണിക്കല നിവർത്തില്ല. അപ്പോൾ ഇതാ ഇന്ന് ഞമ്മക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ എല്ലും കപ്പയാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നീനി കുറച്ചൊക്കെ ഇവിടെ ഉണ്ടാവും. പച്ചക്കറികളല്ല, സവാള, തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും ചെയ്യും കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും. ഇല്ലാത്തത് പിന്നെ വേഗം ഞാൻ കടയ്ക്ക് വിളിച്ചു പറയാം. അപ്പോൾ അങ്ങനെ ഒരു കൊണ്ടുവന്ന് തരും. അപ്പോൾ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അരി തിളപ്പിച്ചിട്ടാൽ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളെ എല്ല് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിന് അത്യാവശ്യം നല്ല വേവുണ്ട്. എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തതും അതേപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും അതേപോലെ ബീഫ് മസാലയും പെരിഞ്ചീരകം പൊടിച്ചതും ഒക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ടാണ്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ പോയിത് മസാലയൊക്കെ റെഡിയാക്കിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാന്ന്. എന്നും ബിരിയാണീൻ്റെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും മടുപ്പേക്കാരം. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിവിടെ കടന്നിട്ട് വേവട്ടെ. അരി ഇട്ട് കൊടുത്താൽ പിന്നെ ഇതിൻ്റെ അടുത്തൊന്നും ഞാൻ വല്ലാതെ അങ്ങനെ വിട്ടു പോകില്ല. കാരണം പെട്ടെന്നുണ്ട് വേവാൻ. വെന്ത് കലങ്ങിയാൽ പിന്നെ പറ്റൂലല്ലോ. അപ്പോൾ ഊറ്റാനൊക്കെ റെഡി ആയിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ ഓർഡർ. 3 കിലോ ബീഫ് ബിരിയാണി. പിന്നെ ഇന്നലെ വല്ലപ്പുഴക്കുന്ന് ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഓർക്ക് പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓൾറെഡി 4 ഓർഡർ നമുക്കുണ്ട്. അപ്പം പിന്നെ പറയണതൊന്നും ഞാൻ ഏറ്റിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒക്കെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കൊടുക്കണ്ടേ ഫുഡ്. 8-9 മണി ആകുമ്പോഴത്തേന് ഒരു കൊണ്ടുപോകാൻ വരും. അപ്പോഴത്തേനൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ ഒക്കെ കൂടെ ചിലപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഒറ്റയ്ക്കല്ല, ബാബു ഉണ്ടാവും എൻ്റെ കൂടെ, കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കഴിയണതല്ലേ ഏറ്റിട്ട് കാര്യമുള്ളൂ. ശരിക്കും ഈ ഒരു കാറ്ററിങ് പറഞ്ഞാലേ അത്യാവശ്യം നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടണം. നല്ല നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഓർഡറൊക്കെ ഏൽക്കാം. അപ്പം നമുക്ക് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. നമ്മളെ സെറ്റപ്പുകൾ കണ്ടില്ലേ. നമ്മൾ ഈ ഒരു കല്ലടുപ്പുമ്മലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഇൻഷാ അല്ലാ പിന്നെ എനിക്ക് വേറെ വർക്കും ഇല്ലേ, നമ്മൾ ഹോം ഷോപ്പിൻ്റെ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ കൂടെ ചിലപ്പോൾ കഴിയൂല. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. ചിലപ്പോൾ വിചാരിക്കും ഇതിങ്ങനെ പോയിക്കോട്ടെ, ഹോം ഷോപ്പും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോവാന്ന്. ഹോം ഷോപ്പൊന്നും എനിക്ക് ഒഴിവാവാൻ തോന്നണില്ല. കാരണം നമ്മൾ ആശ്രയിച്ച് ജീവിക്കണ കുറേ HSOമാരുണ്ട്. അപ്പോൾ ഒരിക്കുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് ഒരിക്ക് ഒരു മാസം ചെറിയൊരു വരുമാനമാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് കിട്ടുമ്പോഴേ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പം കാറ്ററിംഗ് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവണ്ട. നമ്മളെ വീട്ടിലിരുന്നല്ലേ നമ്മൾ ഉണ്ടാക്കണത്. ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം മതി. അത് കൊണ്ടുപോകാനും ഒരു വരും. ഇനിയിപ്പം കൊണ്ടുപോകാൻ ഓർഡർ ചെയ്തൊരു വന്നിട്ടില്ലെങ്കിലും ഒരു ഓട്ടോയിൽ കയറ്റി വിടാൻ പറയും. അപ്പം നമുക്ക് അങ്ങനെ കയറ്റി വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മളെ പണി കഴിഞ്ഞു. എന്തായാലും ഒക്കെ സുഖമുള്ള പരിപാടി തന്നെയാണ്. എന്നാലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം കാറ്ററിംഗ് ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ തുടങ്ങിക്കൊണ്ട് എന്തായാലും നഷ്ടമൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഫസ്റ്റിൽ തന്നെ കുറേ ഓർഡറൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ അങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടൽ തുടങ്ങും.
അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ വീഡിയോസ് തന്നെ കണ്ട് കുറേ കൂട്ടുകാർ കാറ്ററിങ് തുടങ്ങിയാണ്. അപ്പോൾ ഓർക്കൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടലും ഉണ്ട്. അപ്പോൾ അതേപോലെ പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാകുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിലാണ് നമ്മൾ ചെയ്യുമ്പോൾ മടുപ്പും കാര്യങ്ങളൊക്കെ വരിക. എനിക്കിപ്പോൾ ഇത് എടുത്തെടുത്ത് ശീലമായിട്ടോ. ഇനിയിപ്പോൾ നോമ്പാണെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ വലിയ ക്ഷീണവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ബാബു പറയട്ടോ, നമുക്ക് പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ക്ഷീണം കുഴക്കമൊന്നും ഉണ്ടാവില്ല, വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ കുഴങ്ങിക്കണമെന്നൊക്കെ പറയില്ലെന്ന് പറയും. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ദമ്മിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കിലോ ബീഫും 3 കിലോ റൈസും ആണ് ഇന്നത്തെ ബിരിയാണീൻ്റെ ഓർഡർ. അപ്പോൾ അത് അടുപ്പത്തായി. ഇനിയിപ്പോൾ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് എല്ലും കപ്പയാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ കുക്കറിൽ എല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വേവാനായി തുടങ്ങി വെക്കും. അപ്പം ഇനി കപ്പ വേവിക്കണം. അപ്പോൾ ഞാൻ പുറത്ത് അടുപ്പ് കത്തിക്കാണ് കേട്ടോ. അടുപ്പത്തേക്ക് പോകുന്നതാണ്. ഒരു മൺകലത്തിൽ കുറച്ച് അധികം വെള്ളം വെച്ച് നല്ലോണം കപ്പ തിളപ്പിച്ച് ഊറ്റിയെടുക്കണം, അതിൻ്റെ കട്ടൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ അടുപ്പത്ത് തന്നെ വേവിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിച്ചണിൽ ഇപ്പച്ചി മക്കളുമാണ്. അപ്പോൾ അവർക്ക് ക്യാമറ കൊണ്ടുപോകാനും പറ്റൂല, ഒക്കെ ട്രൗസറും ബനിയനൊക്കെ ഇട്ടിട്ടാണ്. മഞ്ജുമോള് പിന്നെ എൻ്റെ നെറ്റിയാണ് എടുത്തിടുക. അപ്പോൾ ഓരോ വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് പുറത്തേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് കപ്പ തിളപ്പിച്ചൂറ്റാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കപ്പ വേവിക്കാനുള്ള കേട്ടോ, തിളപ്പിച്ചൂറ്റാനല്ല. അപ്പോൾ അതവിടെ കടന്നിട്ട് അങ്ങനെ കത്തി വെള്ളം തിളക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് തന്നെ കപ്പൻ്റെ തൊലിയും കളയാം. അപ്പം ഇന്ന് എനിക്കുള്ള ജോലി തന്നെയാണ് കേട്ടോ, ഈ കപ്പ ഉണ്ടാക്കൽ. പിന്നെ ജ്യൂസ് കുട്ടികളുണ്ടാക്കും, അതേപോലെ സമൂസ ചിഞ്ചുമോൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിക്ക് കൊടുക്കാനുള്ള സാലഡും കാര്യങ്ങളൊക്കെ അതൊക്കെ ബാബു റെഡിയാക്കി തരും കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കായിട്ട് കൂടുതൽ ഭാരമുള്ള ജോലികളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനി ഇത് തോലൊക്കെ കളഞ്ഞ് കപ്പ പല രീതിയിലും വെക്കൂലേ നമ്മൾ. കപ്പ നല്ല പൂളാന്നാട്ടോ നമ്മളവിടെയൊക്കെ പറയൽ. അപ്പോൾ ചില ആൾക്കാർ കൊള്ളി പറയും, ചിലർ കപ്പ പറയും, ചിലർ പൂള പറയും. അപ്പം നമ്മൾ പൂളാന്നാ പറയൽ. പിന്നെ ഇതൊന്നും നോമ്പ് ഓർക്കുന്ന സമയത്ത് അത്ര നല്ലതൊന്നുമല്ല. ഗ്യാസ് പ്രോബ്ലം ഒക്കെ എല്ലാവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. എന്നാലും ഇപ്പോൾ നോമ്പൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല, കുറേ ആയിക്കണം ഇങ്ങനത്തെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ബാബുവിനോട് പറഞ്ഞതാട്ടോ, നമുക്ക് ഇങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുക, നിങ്ങളത് കൊണ്ടുവരിയെന്ന് പറഞ്ഞതാട്ടോ. എന്നാൽ പിന്നെ എനിക്ക് പണി എളുപ്പമായി അത് വിചാരിച്ചിട്ടാണ്. അപ്പം കപ്പയൊക്കെ ഞാനിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത കത്തി ചെറിയ കത്തിയാണ് കേട്ടോ. ഈ കത്തിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എന്താ വെച്ചാൽ, ഇത് ഞാൻ 200 രൂപക്ക് വാങ്ങിച്ചാട്ടോ. 3 കത്തി ഉണ്ടായിന്. അപ്പോൾ കത്തി കുഴപ്പമൊന്നുമില്ല, പക്ഷേ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. മൂർച്ചൊക്കെ പോകുന്നുണ്ട്. മൂർച്ച നമ്മളിങ്ങനെ ഗ്രാനൈറ്റുമ്പോൾ ഇങ്ങനെ ഒന്ന് മൂർച്ചം കൂട്ടി കൊടുക്കണം, എന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല കത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റും കൊടുക്കണം. ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി, അവിടെയൊക്കെ 300 900 രൂപയ്ക്കാണ് കേട്ടോ അങ്ങനത്തെ കത്തിക്ക് കാണുന്നത്. പക്ഷേ ആ സ്ഥാനത്തേക്കാണ് എനിക്ക് മീഷോന്ന് 200 രൂപയ്ക്ക് ഈ കത്തി കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി തന്നെ ഉള്ളൂ ഇതിന്. എന്നാലും നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം കാണിച്ച ചെറിയ കത്തില്ലേ, അത് ഉള്ളേരിയാനൊക്കെ സൂപ്പറാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണച്ചു കൊടുക്കണം, എന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളെ കപ്പയൊക്കെ ഞാൻ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കപ്പയാണ് തോന്നുന്നുണ്ട്. നല്ല കപ്പയാകുമ്പോൾ നമ്മൾ തോല് കളയുമ്പോൾ തന്നെ നമുക്കറിയാലോ, തോല് പെട്ടെന്ന് പോരും. വേവ് കുറവുള്ളതാണെങ്കിൽ അതിന്മേൽ ഇങ്ങനെ ഒട്ടി പൊടിച്ചിക്കുക തൊലി. കത്തി കൊണ്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ട് പോന്നു കിട്ടൂല. അപ്പോൾ കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാ വെള്ളത്തേക്ക് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ എല്ലും കപ്പയും ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് വേവിക്കൂലേ, അങ്ങനെ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ കട്ടുള്ള കപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിലേ അതിൻ്റെ കട്ടൊന്നും പോകില്ലല്ലോ. തിളപ്പിച്ചൂറ്റിയിട്ട് വേണം എപ്പോഴും ഉണ്ടാക്കാൻ, എന്നാലുള്ളൂ അതിൻ്റെ ആ ഒരു കട്ടും കാര്യങ്ങളൊക്കെ പോയി നല്ലതിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാക്കണതാട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് ഒക്കെ ഒന്ന് കിട്ടുകയാണ്ട് അങ്ങോട്ട് മിക്സ് ആക്കാം. അപ്പോൾ രണ്ടും ഒരു ഇതിൽ തന്നെ ആവുമല്ലോ. പിന്നെന്താ, ഇൻഷാല്ലാ നമ്മളെ ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഞാൻ നാളെ അയച്ചു കൊടുക്കും കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പുറത്തേക്കൊന്നും പോവലില്ല, ഓരോരോ തിരക്കേ കാരം. അപ്പം ഇനി നാളെ ഇൻഷാല്ലാ പുറത്തോണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ ചെയ്തപ്പോൾ തന്നെ നുറുക്കിയൊക്കെ എടുത്തപ്പോൾ തന്നെ ഇതാ വെള്ളം തളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉപ്പ് ഇടുന്നില്ല കേട്ടോ, ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ അടച്ചു വെച്ചു. ഇനിതാ നമുക്ക് ബിരിയാണിക്ക് കൊടുക്കാനുള്ള സാലഡൊക്കെ ബാബു ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ, തൈരൊക്കെ. പിന്നെ അച്ചാറും പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഇനി ഒരു വന്നാൽ അതാണ് എടുത്ത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ പലഹാരം ഉണ്ടാക്കണത് എന്താ വെച്ചാൽ അത് ഉമ്മാക്കും കൊണ്ടേ കൊടുക്കലുണ്ട്. അപ്പം ഇന്ന് സമൂസയാണ് ഉണ്ടാക്കിയത്. ചിഞ്ചുമോൾ തന്നെയാണ് കേട്ടോ ഫില്ലിങ് ഉണ്ടാക്കിയതും സമൂസ പൊരിച്ചതൊക്കെ ഓൾ തന്നെയാണ്.
അപ്പം മഞ്ജുമോളാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന ആൾ. മഞ്ജുമോളെ വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല കേട്ടോ. എൻ്റെ നെറ്റി വലിയൊരു നെറ്റി എടുത്തിടും, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഇപ്പോൾ ചൂടല്ലേ, ഓൾക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പം അമ്മമാക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പോലും ഓളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് പോവും. അപ്പം നമ്മളെ കപ്പൊക്കെ ആയിട്ടുണ്ട്, അല്ല കപ്പല്ല, എല്ലൊക്കെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇന്ന് നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് ഊറ്റിയിട്ട് ഉടച്ചിട്ട് അതിക്ക് നമ്മളാ വേവിച്ച എല്ലിട്ട് കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം എളുപ്പം വെന്താണ് കേട്ടോ കപ്പ. ഒരു 2-3-4 തള തിളച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. അപ്പം ഊറ്റിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ എത്ര എളുപ്പമല്ലേ നോമ്പ് കഴിയാനായത്. നോമ്പ് വന്ന് പോയി പറഞ്ഞ പോലെയായി. അപ്പോൾ നോമ്പ് ഇനിയും വരും. ഞാനൊരു പോസ്റ്റർ ഇട്ടീനി, നോമ്പ് ഇനിയും വരും. നമ്മൾ ആണിപ്പോൾ ഇനി ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റാതൊക്കെ അടുത്ത റമദാനിക്ക് ഇപ്പോൾ ഞാൻ ഉണ്ടാവുമെന്നും അറിയില്ലല്ലോ. എന്തായാലും എല്ലാവരും എല്ലാവരെയും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടുത്തലുണ്ട്, നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പിക്ക് ഞാൻ വേവിച്ച ശേഷം എല്ലിട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് എണ്ണയിൽ ബാക്കിയാക്കിയിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ എനിക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ ഷുഗർ ഉള്ളതുകൊണ്ട് ഇപ്പം എന്തായാലും ഷുഗർ അധികമാവും. ഇപ്പോൾ കുറേ ആയില്ലേ നോക്കിയിട്ട്, ഇപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യലും ഇല്ല. നോമ്പാകുമ്പോൾ രാവിലെ വെറും വയറ്റിൽ പോകാനും കഴിയൂല. പിന്നെ നമ്മൾ അത്താഴത്തിന് കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ പിന്നെ പോവുള്ളൂ. അപ്പം വെറും വയറ്റിൽ എടുക്കുന്നത് സമയമായിട്ടും ഉണ്ടാവില്ല. എന്തായാലും കുറവൊന്നും ഉണ്ടാവില്ല, കൂടുതൽ തന്നെ ഇക്കാരം. അപ്പം നോമ്പായതുകൊണ്ട് നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കണതുകൊണ്ടേ ചായ പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കുടിച്ചലൊന്നുമില്ല. എന്നാലും ജ്യൂസ് കുടിക്കും, മധുരം ഇട്ടാണ്ട് തന്നെ കുടിച്ചല്ലേ. അപ്പോൾ അതും അങ്ങനെ ഭക്ഷണത്തിലൊരു നിയന്ത്രണമൊന്നും ഇല്ല, ഇപ്പോൾ വലിയൊരു ഇതൊന്നും ഇല്ല. അത്താഴത്തിന് തന്നെ ചോറ് കഴിക്കലില്ല. പിന്നെ ആദ്യമൊക്കെ ഞാൻ തറാവി നിസ്കാരം കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കും. അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മക്കളും പാവും കപ്പ വല്ലാതെ കഴിക്കാനായിക്കൂല, ഷുഗർ കൂടും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയാണ്. അപ്പം അയക്കാണ് കേട്ടോ കുറച്ച് എല്ല് മാറ്റി വെച്ചിരുന്നത്. വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ അതന്ന് പേരക്ക ജ്യൂസ് കേട്ടോ കുട്ടികൾ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ അതൊക്കെ ജഗ്ഗൊക്കെ കൊഴിച്ചു കൊടുത്ത് ബാങ്ക് കൊടുക്കാനായിരിക്കുന്ന സമയം. അപ്പോൾ ഒക്കെ ടേബിൾ മേലൊക്കെ എടുത്തുവെച്ച് പക്ഷേ മക്കളും ഞാൻ കാത്തിരിക്കാം കേട്ടോ. അപ്പം ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേനൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ ഒരു വന്ന് ഫുഡൊക്കെ എടുത്തു കൊടുത്ത്. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാറ്ററിംഗ് ഒക്കെ അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നിസ്കരിച്ചൊക്കെ വന്നിട്ടാണ് നമ്മൾ കപ്പ കഴിക്കണത്. അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ ആ നെയ്യൊക്കെ ഇങ്ങനെ ഒരു ഒട്ടലേക്കാരം. പിന്നെ ഇത് വിളമ്പിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ച ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഉള്ളിയൊന്നും വെട്ടാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.